ഹായ്, ആരൊക്കെയുണ്ട് ഓൺലൈനില്? ആരെയും കാണുന്നില്ലല്ലോ. ആരെങ്കിലൊക്കെ വന്നാല് ഒരുപാട് വർഷം പഴക്കമുള്ള കുറെ നൊസ്റ്റാൾജി ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ കാണിച്ചു തരാം. ഇത് എൻ്റെ അമ്മ വീട്ടിലെ കളരി. എൻ്റെ അമ്മ ഒരു മിനിറ്റ് എൻ്റെ കാലുമ മുള്ളു കയറി. ഇത് കണ്ടോ, അവിടെയും ഒരു അമ്പലം കാണുന്നുണ്ട്, ഇവിടെയും ഒരു അമ്പലവും കാർന്നോന്മാരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഒരു 600-ൽ കൂടുതൽ വർഷം പഴക്കമുള്ള ഒരു കളരിയാണ് ഈ കാണുന്നത്. കളരിയോട് തൊട്ട് വലിയൊരു കാവുണ്ട്. കാവിന്റെ മുകളിൽ കണ്ടോ, കാവിന് വലിയൊരു ആറായിനി മരമുണ്ട്. ആറായിനി മരത്തില് നിറയെ തൂങ്ങിക്കിടക്കുന്ന വവ്വാലുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, അവരുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. കണ്ടോ, നിറയെ വവ്വാലുകള്. ഈ ആറായിനി മരത്തില് എന്റെ കുട്ടിക്കാലം തൊട്ട് നിറച്ച് വവ്വാലുകളാണ്. ആ വവ്വാലുകൾ ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്. ഒരുപാട് വവ്വാലുകളുള്ള വലിയൊരു ആറായിനി മരമാണ് കാവില്. ഒരു 600 വർഷമെങ്കിലും പഴക്കമുള്ള വലിയൊരു മരം ഇന്നും അതുപോലെ നിൽക്കുന്നുണ്ട്. കണ്ടോ, നിറയെ വവ്വാലുകളാണ്. എന്താ മിണ്ടാണ്ടിരിക്കണേ, ശബ്ദം ഉണ്ടാക്കൂ. ആ കാവിന്റെ മരമാണ് കാണുന്നത്. കാവിന്റെ അടുത്തേക്ക് പോകാനൊന്നും പറ്റില്ല, ഞാൻ ഇവിടെ ദൂരെന്ന് കാണിക്കാം. കാവ് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഇതിന്റെ നടുവിൽ കൂടെ, ഈ മല്ലിപ്പൂവിന്റെ നടുവിൽ കൂടെ കാണുന്നതാണ് കാവ്. ആ ശബ്ദം കേൾക്കുന്നില്ലേ? അവര് കിടന്നിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. കണ്ടോ, ഈ സംഗീതം ഭയങ്കര നൊസ്റ്റാൾജിയാണ്. കാരണം എന്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു മ്യൂസിക്കാണ് ഇവരുടെ മ്യൂസിക്. ദേ പറക്കുന്നുണ്ട്, കണ്ടോ, വവ്വാലുകൾ ഇവിടെ പറക്കുന്നുണ്ടായിരുന്നു ഒത്തിരി. അപ്പൊ ഇതാണ് എൻ്റെ തറവാട്ടിലെ വലിയൊരു കാവ്. ഇന്നിവിടെ പറച്ചലവാണ്. അങ്ങനെ നമ്മൾ വന്നത്. കുറച്ച് കഴിഞ്ഞാൽ പറച്ചലവ് തുടങ്ങും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവ് ഇട്ട് കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ ഈ പഴക്കമുള്ള ഇത് കുറച്ചൊക്കെ ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട് കേട്ടോ. പഴയ മോഡലിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് പുതുക്കി പണിതിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതാണ് നമ്മുടെ, അതും ടിപ്പുവിന്റെ പടം വന്ന തറവാടാണ് അല്ലേ അമ്മാവാ? ടിപ്പുവിന്റെ പടം വന്ന തറവാടല്ലേ ഇത്? ആ, എത്ര കാലമായി ഉണ്ടാവും ടിപ്പുവിന്റെ പടം വന്നിട്ട്? ആ, അന്ന് ആരായിരുന്നു? അന്ന് ഇലിക്കോന്ന പണിക്കരല്ല, കൃഷ്ണപ്പണിക്കര്. ഇലിക്കോന്ന പണിക്കർക്ക് ശേഷം കൃഷ്ണപ്പണിക്കര്, കൃഷ്ണ പരമേശ്വര പണിക്കര്, പിന്നെ പരമേശ്വര പണിക്കര്, കെട്ടു പണിക്കര്, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. അതെ, ആ ടിപ്പുവിന്റെ പടം വന്ന കഥയൊന്ന് പറയൂ. കഥ പറയാന്ന് പറഞ്ഞാല്, അന്ന് ടിപ്പുവിന്റെ പടം വന്നിട്ട് പട തോറ്റോടി പോയില്ലേ? ആ, അതൊന്ന് പറയാനാ പറഞ്ഞേ. അവർക്ക് ഭക്ഷണം കൊടുത്തു. ആ, ചോറ് വേണ്ടി. അല്ല, ടിപ്പു പട വരുന്നതിന് മുമ്പ് നമുക്ക് മെസ്സേജ് ഒക്കെ തരില്ലേ? സന്ദേശം കൊടുത്തയക്കില്ലേ? സന്ദേശം തന്നിട്ടാണ് അവര് പറഞ്ഞത്. അവര് വന്നു, അവർക്ക് ഇലയിട്ട് ചോറ് കൊടുത്തു. ഇലത്തലയ്ക്ക് ഒരു കൂരിനാളികേരം പോലത്തെ